ശ്രീ സതീഷ് വസന്ത് നേരത്തെ RV ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ CPIM അടുത്ത കാലത്ത് കൈക്കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അതടയ്ക്ക് മാറി മാറി അവരെടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് പലപ്പോഴും അതിതീവ്ര സ്വഭാവമുള്ള സംഘടനകളെ, പ്രത്യേകിച്ച് ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളെ കൂട്ടുന്ന ഒരു സമീപനം CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നു. അതിലൂടെ CPM-ന്റെ തന്നെ കോർ കേഡറായിട്ടുള്ള ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരം ഒരു അയ്യപ്പ ഭക്ത സംഗമം എന്ന ആശയത്തിലേക്ക് വളരെ വേഗത്തിൽ ഇടതുപക്ഷം എത്തിയിരിക്കുന്നത്? വസന്ത്, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അയ്യപ്പ സംഗമം നടക്കുന്നതിൻ്റെ ഇതല്ല. ഇവിടെ ഇപ്പം RV ബാബു പറഞ്ഞാലും നമ്മളെ BJP വക്താവ് പറഞ്ഞാലും പറയുന്നത് എന്താണ്, അവരെല്ലാം വോട്ട് ബാങ്കാണ് നോക്കുന്നത്. നോക്കൂ, ഇത് വോട്ട് ബാങ്കിൻ്റെ പ്രശ്നമാണോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നു. ഈ പ്ലാറ്റിനം ജൂബിലി 75 വർഷം ആഘോഷിക്കുമ്പോഴത്തേക്ക് അന്നെല്ലാം ഈ ഇലക്ഷൻ വരുമെന്ന് നേരത്തെ എല്ലാം പ്രിഡിക്റ്റ് ചെയ്തിരുന്നു. ഇത് എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. നോക്കൂ, അത് ദേവസ്വം, ഇപ്പം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 100ാം വാർഷികം വരുമ്പം അവിടെ പല പരിപാടികളും ദേവസ്വം ബോർഡ് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് ചിലപ്പോൾ ആഗോള ലെവലിലും എല്ലാം അവിടെ വരുത്തുന്നുണ്ട്. തിരുപ്പതി ക്ഷേത്രം നോക്കാം, അങ്ങനെ പല ക്ഷേത്രങ്ങളും അങ്ങനെ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുമ്പോഴത്തേക്ക് അത് വോട്ട് ബാങ്കാണ്, അത് ഇലക്ഷൻ സംബന്ധിച്ചാണ് എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥം ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ശരി, ഇനി അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോഴത്തേക്ക് 20ാം തീയതി നടക്കുമ്പോഴത്തേക്ക് അവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യതിചലനം വരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ ഏതെങ്കിലും അയ്യപ്പൻ്റെ അനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ മണ്ഡല പൂജകളിൽ ഒന്നുമില്ലല്ലോ. സംഘടിപ്പിക്കുന്നവർ വിശ്വാസികളാണോ? അതൊരു ചോദ്യമല്ലേ? അല്ല, ഞാൻ വിശ്വാസികളാണോ? കാരണം അത് ചോദിക്കാൻ കാരണം ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ CPM-ന്റെ കേഡറുകളോട് ഈ പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടില്ലേ? ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല ക്ഷേത്രത്തിലും ഗുരുവായൂരിലും പോയി നടയിൽ തൊഴുതതിന് വിശദീകരണം ചോദിച്ച ആ കൂട്ടരാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ ആചാരത്തെ പറ്റി പറയുന്നത്? ഒരു പാർട്ടിയിൽ വിശ്വാസികളാണോ അവിശ്വാസികളും ഇതെല്ലാം കാണുന്നേ, അത് എല്ലാ പാർട്ടിയിലും ഉള്ളത് തന്നെ. അന്ധവിശ്വാസികൾ മാത്രമല്ല ഉള്ളൂ, കാരണം അമ്പലത്തിൽ പോയ വിശദീകരണം ചോദിക്കുകയാണെന്ന്. അല്ല, ഞാനൊരു കാര്യമായിട്ട് ഗൗതമേ, ഞാൻ ഒരു കാര്യം പറ്റി, നമ്മൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തൂ. നിങ്ങളൊന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ സംഗമം നടത്തുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു. ബഹുമാനപ്പെട്ട RV ബാബു തന്നെ പറഞ്ഞത് 1 കോടി രൂപ 10 ദിവസം താമസിക്കാം, അല്ലെങ്കിൽ 2 കോടി രൂപ 5 ദിവസം താമസിക്കാം എന്നൊക്കെ പറഞ്ഞു. സാമ്പത്തികം ഒരു അമ്പലത്തിലെ ഒരു ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. നോക്കൂ, ഈ അയ്യപ്പ ക്ഷേത്രം മണ്ഡല കാലങ്ങളിൽ കിട്ടുന്ന വരുമാനം അനുസരിച്ചാണ് മറ്റുള്ള ഉപക്ഷേത്രങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ശരിയാണ്, സാമ്പത്തികം ആവശ്യമാണ്. ഇപ്പൊ 18ാം പടി സ്വർണം പൊതിഞ്ഞത് എന്തെങ്കിലും സംഗമം നടത്തിയതിന്റെ പേരിലാണോ? ഭക്തർ നൽകിയതാണ്. ശബരിമലയിലെ കൊടിമരം സ്വർണം പൂശിയത് നിങ്ങൾ സംഗമം നടത്തിയതിന്റെ പേരാണോ? അല്ല, അത് ഭക്തർ സമ്മാനിക്കും. ഞാൻ ഗൗതമിന്റെ അടുത്ത് ഒരു കാര്യം, RV ബാബുവോ അല്ലെങ്കിൽ നമ്മൾ BJP വക്താവൊന്നും പറഞ്ഞത് വേറൊന്നുമില്ല. ഈ സംഗമം നടത്തുന്നതുകൊണ്ട് അവിടെ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ യുവതി പ്രവേശനമോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ? അത് മാത്രമേ എനിക്ക് ഒരു കാര്യം. എന്തുകൊണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്, നോക്കൂ, മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ശബരിമല ക്ഷേത്രം വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി, എല്ലാവർക്കും പ്രവേശനം. ആ തത്വമസിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവേശനം നടത്തുന്നത്. നോക്കൂ, ആറ്റുകാൽ അമ്പലം, നമ്മൾ തൊട്ടടുത്തുള്ള ആറ്റുകാൽ അമ്പലത്തിൽ എവിടെയാണ് നാനാ മതസ്ഥരാണ് അവിടെ നിന്ന് പൊങ്കാലയിടുന്നത്. അവിടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ക്ഷേത്രമാണെങ്കിലും അവിടെ സ്ത്രീകളുടെ ഒരു ശബരിമലയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അവിടെ നാനാ ജാതിക്കാരാണ് വരുന്നത്. ഞാനൊരു കാര്യം പറ്റേ, കാലാകാലങ്ങൾ ഞാൻ പറഞ്ഞു NSS, ഇപ്പം NSS എങ്ങനെ ഉണ്ടാക്കിയ ഒരു രൂപപ്പെട്ടെന്ന് അറിയാമോ? നമ്മൾ ബ്രാഹ്മണത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് ഈ NSS-ഉം അതുപോലെ തന്നെ ഈ പൾപ്പ് ഉണ്ടാക്കിയ ശ്രീനാരായണ ഗുരുവിനും ചേർന്നിട്ട് SNDP ഒക്കെ. നോക്കാം, അവരെല്ലാം ഈ സംഗമത്തിന് അനുകൂലമല്ലേ? അവരങ്ങനെയാണെങ്കിൽ അവർ മാറിയിരിക്കില്ല. ഇപ്പം തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻറ്റും നമ്മളെ NSS-ൻ്റെ വൈസ് പ്രസിഡന്റ് സംഗീതകുമാർ എന്ന് പറയുന്നത് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അഖിലേന്ത്യാ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം എല്ലാം അനുകൂലിച്ചില്ലേ? എന്തുകൊണ്ട് നിങ്ങളത് പറയില്ല?
അപ്പം ഇതെന്ന് പറയുന്നത് സർക്കാരിന് വേറൊരു ഉദ്ദേശമില്ല. നിങ്ങൾ CPM നടത്തുന്നുണ്ടാണോ അതോ ഇടതുപക്ഷ സർക്കാർ നടത്തുന്നുണ്ടാണോ നിങ്ങൾ ഈ സംഗമം ഇവിടെ നടത്തല്ലേ എന്ന് പറയുന്നത്? അതോ BJPക്കൊക്കെ ഒരു പേടിയാണോ ഈ ഹിന്ദു വോട്ടങ്ങ് മാറി പോന്നു? അങ്ങനെ പോവോ? നിങ്ങൾക്കുള്ള വോട്ട് നിങ്ങൾക്ക് തന്നെ വരുന്നേ, അതൊന്നും മാറിയൊന്നും പോവില്ല. അതൊരു എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? മാത്രമല്ല ഈ ദേവസ്വം മന്ത്രി ഇപ്പോൾ ഈ മലയരയ മഹാസഭയ്ക്കൊക്കെ നേരിട്ട് കത്ത് നൽകുകയും ഹൈന്ദവ സംഘടനകളെ എങ്ങനെയെങ്കിലും ഒക്കെ കൂടെ കൂട്ടാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ്. കാരണം 22-ാം തീയതി ഹൈന്ദവ സംഘടനകളുടെ ഒരു ബദൽ സംഘം അവിടെ നടക്കുന്നുവെന്ന് കണ്ടതോടുകൂടിയാണ് ഈ കത്തുകളൊക്കെ ആയിട്ട് ദേവസ്വം മന്ത്രി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിന്റെ കൺട്രോൾമെന്റ് ഹൗസിൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് അവിടെ പോയല്ലോ. അദ്ദേഹത്തിന്റെ സമയം ചോദിച്ചിട്ടല്ലേ പോയത്? അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ലല്ലോ. കൂട്ടാക്കിയല്ലോ. എന്നിട്ട് കോൺഗ്രസിന്റെ ശബ്ദം എന്താണ് പറഞ്ഞത്? നമ്മൾ ആലോചിക്കട്ടെ. എന്തോന്നാലോചിക്കാണ് ഈ സംഗമത്തിന്? ഇത് ഞാൻ പറയട്ടെ, നോക്കൂ, നമ്മളൊരു കേരളത്തിൽ ഒരു മഹാക്ഷേത്രമാണ് ശബരിമല. ഇപ്പം ആന്ധ്രയിൽ തിരുപ്പതി എന്ന് പറയുന്ന ഒരു മഹാക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ വികസനം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മളൊരു മണ്ഡലകാലം മാത്രമാണ് ശബരിമലയിലെ വരുമാനം. അത് കഴിഞ്ഞിട്ട് വരുമാനം കുറവാണ്. ആ വരുമാനം വെച്ചുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വർഷത്തേക്ക് അമ്പലങ്ങളിലെ ജീവനക്കാർക്കും യുവരാജ് ഗോകുൽ നൽകും. അല്ല, അങ്ങ് ഞാൻ മടങ്ങിയെത്താം.